ശ്രീ PM നാരായണൻ, നോക്കൂ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്ന ഒരു വാർത്ത UAE ഇറാനെതിരെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന തരത്തിലുള്ളൊരു വാർത്ത പ്രചരിക്കുന്നു. അതിനുശേഷം UAE തന്നെ അക്കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. അത്തരമൊരു ആക്രമണവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി വരികയാണ്, അല്ലെങ്കിൽ എന്താണ് സാഹചര്യമെന്ന് നിരീക്ഷിച്ചു വരികയാണ് എന്നതാണ് UAEയുടെ ഒരു ഇപ്പോഴത്തെ സ്ഥിരീകരണം. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രത്യാക്രമണം നടത്തിയെന്നുള്ള കാര്യം അവർ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പക്ഷേ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് എത്ര നാൾ ഈ നിലയിൽ തുടരാൻ കഴിയും? അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അതിന് അവസരമൊരുക്കി എന്നതുകൊണ്ട് മാത്രം അവർ ലക്ഷ്യമിടുകയാണ്. എപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നു, ആ സമയങ്ങളിലൊക്കെ പ്രത്യാക്രമണം ആ രീതിയിൽ ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് കടുപ്പിക്കുന്നു എന്ന് നമ്മൾ കാണാം. ഇന്നലെ ഒരു സമാധാനത്തിന്റെ സൂചനകൾ പെഷസ്കിയാൻ നൽകിയെങ്കിൽ അദ്ദേഹം അത് പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ എത്ര നാൾ ഈ രീതിയിൽ മുന്നോട്ട് പോകും ഗൾഫ് രാഷ്ട്രങ്ങൾ? ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫേസിൽ കൂടിയാണ് ആ മേഖല മൊത്തം കടന്നു പോകുന്നത് എന്നുള്ളത് പറയാതെ വയ്യ. പ്രധാനമായും ഇറാൻ ഈ യുദ്ധത്തിൽ ചെയ്ത ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്നത്, അല്ലെങ്കിൽ വിഡ്ഢിത്തം എന്നത്, ഗൾഫ് രാജ്യങ്ങളെ ശ്രമിക്കുക എന്നതാണ്. ഗൾഫ് രാജ്യങ്ങളെ എന്ന് ഉദ്ദേശിച്ചാൽ അവരുടെ അമേരിക്കൻ താവളങ്ങളെയാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെയാണ് ഇറാൻ നേരിട്ട് മിസൈലിലൂടെ ആക്രമിക്കാൻ ശ്രമിച്ചത്, ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഏതു തരത്തിലുള്ള നിലപാടുകൾ എടുക്കണം എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രധാന സംഗതിയാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇറാനെ പോലുള്ള ഒരു രാജ്യത്തിന് രണ്ട് വൻ ശക്തികളോട്, അതായത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന യുദ്ധത്തോട് പ്രതിരോധിച്ചു നിൽക്കുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അയൽ രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വല്ലതും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വയബിൾ ആയിട്ടുള്ള ഏറ്റവും സാധ്യതയുള്ള ഒരു ഓപ്ഷൻ എന്ന്. ആ ഓപ്ഷനെയാണ് ഇറാൻ ഇതിന്റെ തുടക്കത്തിൽ തന്നെ അട്ടിമറിച്ചത്. അതായത് ഗൾഫ് മേഖലയിലെ GCC രാജ്യങ്ങളെ ആക്രമിക്കുക എന്നതിലൂടെ ഇറാൻ ആ സാധ്യതയാണ് അട്ടിമറിച്ചത്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പെഷസ്കിയാൻ ഇറാൻ പ്രസിഡന്റ് ഇതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് GCC രാജ്യങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിനെ തന്നെ റെവല്യൂഷണറി ഗാർഡ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ മാപ്പ് ചോദിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, വി വിൽ അറ്റാക്ക് അമേരിക്കൻ ഇൻട്രസ്റ്റ് ഇൻ ഗൾഫ് റീജിയൻ. ഇത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അതോടുകൂടെ ഈ മേഖലയിൽ ഇറാനും ഗൾഫിലെ മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഇൻഡയറക്ട്ലി അമേരിക്കയെയും ഇസ്രായേലിനെയും അനുകൂലമായി ഭവിക്കുകയാണ് ചെയ്യുക. ഇതിനൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് കൂടെ ഞാൻ പറയാം. കാരണം ഈ കഴിഞ്ഞ 10-20-30 വർഷമായിട്ട് ഗൾഫ് മേഖല നമ്മൾ മുമ്പ് കണ്ടിരുന്ന രീതിയിലല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് ഗൾഫ് മേഖല എന്ന് കൊണ്ട് ചോദിക്കുന്നത് ഈ GCC രാജ്യങ്ങളിൽ പലതും ഇന്ന് അമേരിക്കയുടെ ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഞാൻ പലപ്പോഴും ഇതിനു മുമ്പ് തന്നെ സൂചിപ്പിച്ച കാര്യമാണ്, ട്രംപ് പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്ത് ആദ്യം വിസിറ്റ് ചെയ്ത രാജ്യം എന്നത് UAEയും സൗദി അറേബ്യയും ആണ്, ഖത്തറുമാണ്. എന്ന് വെച്ചാൽ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ്, അതായത് ഇക്കണോമിക് കമ്മിറ്റ്മെന്റ് എന്ന് വെച്ചാൽ $2 ട്രില്യൺ ആണ്. അതായത് അമേരിക്കയ്ക്ക് ഇന്ന് അടുത്ത കാലത്തൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്, ട്രേഡ് കമ്മിറ്റ്മെന്റ് ആണ് ഈ മേഖലയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്കയും ഗൾഫിലെ GCC മേഖലയും തമ്മിൽ വളരെ അടുത്ത ഇക്കണോമിക് കണക്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ അയക്കുന്ന ഓരോ മിസൈലും ഇറാനെതിരെ തന്നെയാണ് ഇവൻച്വലി വന്നു വീഴുന്നത്. കാരണം ഇറാൻ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് അവിടെ നിലനിൽക്കുന്നില്ല. ഈ മേഖലയിലുള്ള വിള്ളൽ എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുകൂല ഘടകമായി വരിക്കും. ഒരു കാര്യം കൂടെ ഇതിനകത്ത് ചേർത്ത് പറയാം, പ്രധാനമായും ഈ മേഖലയിൽ ഇപ്പോൾ അവിടെ നിന്നുള്ള ആളുകളൊക്കെ പറയുന്നത് വളരെ സുരക്ഷ അനുഭവിക്കുന്നുള്ള വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ മേഖലയുടെ സുരക്ഷ എന്നത് അമേരിക്ക നൽകുന്ന സുരക്ഷയാണത്. കാരണം അമേരിക്കയുടെ താവളങ്ങളാണ് ഈ മേഖലയ്ക്ക് സുരക്ഷ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായി ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ മേഖല ഇത്രയും കാലം വർക്ക് ചെയ്തത്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓയിലിന്റെ വില വർധന എന്നത് ലോകത്തിന്റെ മറ്റ് പല ഭാഗത്തും ഉള്ളതുപോലെ തന്നെ ഇന്ത്യക്കകത്ത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം 85% ഓയിൽ നമ്മൾ മേഖലയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ശരി.
ഇപ്പോൾ നമുക്കൊപ്പം ചെസിൽ ചെറിയാൻ കൂടി ചേരുകയാണ്. കുവൈറ്റ് വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ ചെസിൽ, ഇന്ന് ഏറ്റവും വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കുവൈറ്റ് കേന്ദ്രീകരിച്ചാണ്. ഗവൺമെന്റ് ബിൽഡിംഗ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 ഇന്റീരിയർ മിനിസ്ട്രി ഒഫീഷ്യൽസ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തുടങ്ങിയ വിവരങ്ങളാണ് കുവൈറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ രൂക്ഷമായിരുന്നോ ഇന്നത്തെ പകൽ നിങ്ങളെ സംബന്ധിച്ച്? നമസ്കാരം. എന്തായാലും കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള വിശിഷ്ട കേരളത്തിലുള്ള ഞങ്ങളെ കരുതുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. പക്ഷേ നിങ്ങളോട് എല്ലാവരും പറയാനുള്ള ഒരു പ്രധാന കാര്യം, നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ തന്നെ നമ്മൾ കേൾക്കുന്ന പോലെയുള്ള ഒരു അൺസർട്ടനിറ്റി ഇവിടെ ഇല്ല. ഒരു സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നം, നമുക്ക് ജീവനെ ബാധിക്കുന്നില്ല, ജീവസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളും നിലവിൽ ഇവിടെ ഉണ്ടായിട്ടില്ല, നമുക്ക് അനുഭവപ്പെടുന്നുമില്ല. പക്ഷെ താങ്കൾ പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു വലിയ ആക്രമണം എന്ന രീതിയിൽ ഒരു ഡ്രോൺ അറ്റാക്ക് നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി ബിൽഡിങ്ങിൽ കുവൈറ്റ് സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതവർ എനിക്ക് മുന്നേ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ആളപായമല്ല, അല്ലെങ്കിൽ മനുഷ്യ ജീവഹാനിക്ക് വേണ്ടിയുള്ള ഒരു അറ്റാക്ക് അല്ല എന്ന് തെളിയിക്കുന്നതാണ്. കാരണം ഏർലി മോർണിംഗ്, അല്ലെങ്കിൽ ആരും ജോലിയിലില്ല, നിരത്തുകളിലൂടെ ആളുകളില്ലാത്ത ഏർലി മോർണിംഗ് സമയത്താണ് ഇന്നും ഇതിനു മുന്നേ ഒക്കെ അപകടം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ശരിയാണ്, എയർപോർട്ടിന്റെ അടുത്തുള്ള ഫില്ലിംഗ് ടാങ്കറിൽ ഈ പറഞ്ഞ പോലെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഈ ഡ്രോൺ അറ്റാക്ക് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഡെബ്രി ആണോ, അതിന്റെ അവശിഷ്ടങ്ങളാണോ, അതോ ഡയറക്റ്റ് അറ്റാക്ക് ആണോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വെളിവായിട്ടില്ല. എല്ലാ ദിവസവും ഇവിടുത്തെ കുവൈറ്റ് ഡിഫൻസ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സണ് കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ കറക്റ്റ് എത്ര മിസൈൽസ് വന്നു, എത്രയാണ് ഇന്റർസെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ഡ്രോൺ വന്നു ഒക്കെ കൃത്യമായിട്ട് പറയാറുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ന് 2 കുവൈറ്റി മിലിറ്ററി ഒഫീഷ്യൽസ് ഇതിന്റെ ഭാഗമായിട്ട് മരണപ്പെടുകയുണ്ടായി. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ പറഞ്ഞ കൊറോണ പോലെയുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു ഭക്ഷ്യസുരക്ഷയോ അല്ലെങ്കിൽ എക്കണോമി ഒരു രീതിയിലൊന്നും നമുക്കൊരു ആശങ്ക നിലവിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് വിമാനത്താവളമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നത് എന്നൊരു സാഹചര്യമുണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ ഈ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാതെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ ആക്രമണം നടക്കുന്നു എന്നതൊക്കെയാണോ അത് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. കാരണം ഇവിടുത്തെ ആക്രമണത്തിന് രീതി നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോ ഈ എയർപോർട്ട് ലക്ഷ്യമാക്കി ആക്രമിച്ചു എന്ന് പറയുമ്പോഴും എയർപോർട്ട് എന്ന സെൻട്രൽ ബിൽഡിംഗ് അല്ല ഇന്ന് ആക്രമിക്കപ്പെട്ടത്, അതിനോട് ചേർന്നുള്ള ഒരു ഓയിൽ ഒരു ടാങ്കാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.